സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 149 സങ്കീർത്തനം. വിജയഗീതം. കർത്താവിനെ സ്തുതിക്കുവീൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവീൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവീൻ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ ഖണ്ഡങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവർ ഇരുവായ്ത്തലയുള്ള വാൾ കൈകളിലേന്തട്ടെ. രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ. അവരുടെ രാജാക്കന്മാരെ ചങ്ങരകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങൾ കൊണ്ടും ബന്ധിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവിനെ സ്തുതിക്കുവീൻ. ദൈവജനമേ, സങ്കീർത്തനം 149 അധ്യായം നമ്മുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിൻ്റെയും സ്തുതിയുടെയും പുതിയൊരു ഭാവം നിറയ്ക്കുന്നു. നാളെ സങ്കീർത്തനം 150 അധ്യായം പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മൾ തുടങ്ങിയ ഈ യാത്ര നമ്മൾ പൂർത്തിയാകുകയാണ്. പുതിയ യാത്ര നമ്മൾ വെളിപാടുമായിട്ട് ആരംഭിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെ ഈ ദിവസം വരെ കാത്തു പരിപാലിച്ചു. അവിടുത്തെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനുമായി ആ നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ധ്യാന വിഷയത്തിലേക്ക് കടക്കാം. കർത്താവിനെ സ്തുതിക്കുവീൻ, പുതിയൊരു ഗീതം കർത്താവിന് പാടുവീൻ. ഭക്തരുടെ സഭയിൽ അവിടുത്തെ സ്തുതിക്കുവീൻ. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ആഹ്വാനമാണിത്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ ദൈവസ്തുതിക്കായി സമർപ്പിക്കപ്പെടേണ്ടതാണെന്നാണ്. അവിടുന്ന് നമ്മെ തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം നൃത്തം ചെയ്തും തപ്പും കിന്നരവും വായിച്ചും പ്രകടിപ്പിക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു. കാരണം കർത്താവ് തൻ്റെ ജനത്തിൽ പ്രസാദിക്കുകയും എളിയവരെ വിജയം നൽകി അലങ്കരിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം സഹോദരങ്ങളെ, ഇസ്രായേൽ ജനതയുടെ വിജയകരമായ ചരിത്രമാണ്. ബാബിലോൺ പ്രവാസത്തിൽ നിന്നും തിരികെ വന്ന ജനത്തിന് തങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ദൈവം നൽകിയ സഹായവും വിജയവുമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഭക്തരുടെ കൈകളിൽ ഇരുതല വാളും അധരങ്ങളിൽ ദൈവസ്തുതിയും ഉണ്ടായിരിക്കണം. ഇത് കേവലം ഭൗതികമായ ഒരു യുദ്ധവിജയത്തെക്കുറിച്ചുള്ള പാട്ടല്ല, മറിച്ച് തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന ദൈവജനത്തിൻ്റെ ആത്മീയമായ ഉണർവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ദൈവം തൻ്റെ ജനത്തിന് നീതി നടപ്പാക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. ഈ സങ്കീർത്തനം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ രചിക്കപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ആന്തരിക അർത്ഥം ആത്മീയമായ നമ്മളുടെ ഇപ്പോഴുള്ള പോരാട്ടത്തെയാണ്, യുദ്ധത്തെയാണ്, സ്പിരിച്വൽ വാർഫെയറിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പാപഭംഗിലമായ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. നമ്മൾ ഓരോരുത്തരും തിന്മയുടെ ശക്തികളോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സാത്താൻ്റെ പ്രലോഭനങ്ങൾ, ലോകത്തിൻ്റെ മായകൾ, നമ്മുടെ തന്നെ ബലഹീനതകൾ എന്നിവയ്ക്കെതിരായുള്ള ഈ യുദ്ധത്തിൽ വിജയം വരിക്കണമെങ്കിൽ നമ്മുടെ കൈകളിൽ ദൈവവചനമാകുന്ന ഇരുതലവാളും അധരങ്ങളിൽ നിരന്തരമായ ദൈവസ്തുതിയും വേണം. ഉദാഹരണത്തിന്, ലഹരി മാഫിയയുടെ പിടിയിലകപ്പെടാതെ യുവതലമുറയെ സംരക്ഷിക്കാൻ ഒരു സമൂഹം നടത്തുന്ന പരിശ്രമം ഈ സങ്കീർത്തനത്തിലെ പോരാട്ട വീര്യത്തിന് സമാനമാണ്. ആത്മീയമായ ഉണർവോടെയും പ്രാർത്ഥനയോടെയും മാത്രമേ ഇത്തരം സാമൂഹിക തിന്മകളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കൂ. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നാം കണ്ടെത്തുക കർത്താവായ യേശുവിലാണ്. കർത്താവായ യേശു തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും തിന്മയുടെ ശക്തികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തി. അവിടുത്തെ ജീവിതം ഈ സങ്കീർത്തനത്തിലെ സ്തുതിയുടെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു.
ഉദാത്തമായ മാതൃക. യേശുക്രിസ്തുവിൻ്റെ വിനയവും എളിമയും ഈ സങ്കീർത്തനത്തിലെ എളിയവരെ വിജയം നൽകി അലങ്കരിക്കുക എന്ന വാക്യത്തിന് പുതിയ മാനവും ഭാവവും നൽകുന്നു. അവിടുന്ന് കുരിശിൽ നേടിയ വിജയം നമുക്ക് നിത്യരക്ഷ ഉറപ്പ് നൽകുന്നു. അതൊരു ഗ്യാരണ്ടിയാണ്. നാം അവിടുത്തെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് മാത്രം. പാപത്തിനും മരണത്തിനുമെതിരായുള്ള യേശുവിൻ്റെ അന്തിമ വിജയമാണ് ഈ സങ്കീർത്തനം മുൻകൂട്ടി അന്ന് രചിക്കപ്പെട്ടപ്പോൾ കണ്ടത്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സങ്കീർത്തന ഭാഗവും ഓർമ്മിപ്പിക്കുന്നു. അവരുടെ വിധികൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന 149:9 അവസാന വിധി ദിവസത്തിൽ കർത്താവ് നീതി നടപ്പാക്കുമ്പോൾ നാം അവിടുത്തെ ഭക്തരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ യോഗ്യരായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിനായി നാം വിശുദ്ധിയിൽ ജീവിക്കുകയും പാപത്തെ വെറുക്കുകയും നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും വേണം. സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയായ സഭ അവിടുത്തെ മഹത്വമേറിയ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് പാടിക്കൊണ്ട് തൻ്റെ ആത്മീയ യുദ്ധസന്നദ്ധ പ്രകടിപ്പിക്കുന്നു. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. അവിടുന്ന് വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാനും കർത്തൃ സാക്ഷികളായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അവിടുത്തെ സ്തുതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടുവാനും ദൈവരാജ്യത്തിൻ്റെ വരവിനായി ഒരുങ്ങുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു നിരന്തരമായ സ്തോത്രഗീതമായി, സ്തുതിഗീതമായി മാറട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അവിടുന്ന് നമുക്ക് വിജയം നൽകും. അത് സുനിശ്ചിതം തന്നെ. നമ്മൾ ആരംഭിച്ച 150 ദിവസത്തെ സങ്കീർത്തന ധ്യാനയാത്ര ഉടൻ പൂർണ്ണമാവുകയാണ്. പിതാവായ ദൈവം നമ്മെ ഇത് കേൾക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും തീർച്ചയായും ഉപകരിച്ചു എന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവ് പാപിയായ എനിക്ക് ഒത്തിരി പുതിയ ബോധ്യങ്ങൾ നൽകി എന്നുള്ളതിന് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തന ധ്യാനത്തിൻ്റെ ദിവസേനയുള്ള ലിങ്കുകൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. വീണ്ടും ഈ സങ്കീർത്തനങ്ങൾ കൂടെ വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ വായനയും വചന വിചിന്തന ധ്യാനവും ഇത് പൂർണ്ണമാകുമ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രണ്ടാം വരവിന് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ ഒരുക്കട്ടെ. ആമേൻ.